നമ്മുടെ ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് എൻഡിങ് ഡയഗണൽ എപ്പോഴും ഒരേപോലെ എക്സാക്ട് ഷേപ്പ് ഒന്നും ഉണ്ടാവുന്നില്ല. ഷേപ്പ് പല അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി സ്ട്രക്ചറിൽ വേറെ ഒന്നുമില്ല. സപ്പോർട്ട് നമ്മുടെ മാറുന്നത് ഇതായിരിക്കും. ഇത് ഇനി സപ്പോർട്ടായിട്ട് ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോ ഏതാ, ഈ ഗ്രീൻ ക്യാൻഡിൽ, കാരണം ഇവിടുന്ന് റെഡ് ക്യാൻഡിൽ താഴേക്ക് വന്നു. ബട്ട് ഇവിടുന്ന് ഒരാൾ ഡബിൾ ഹ്യൂജ് ക്വാണ്ടിറ്റി ഇട്ടു. അതുകൊണ്ടാണ് ലാസ്റ്റത്തെ റെഡ് ക്യാൻഡിൽ അത് 50 മിനിറ്റ്സ് ടൈം ഫ്രെയിം അത് ബ്രേക്ക് ചെയ്ത് അബവാണ് ക്ലോസിങ് തന്നേക്കുന്നത്. ഓക്കെ, അതാണ്. ഇനി റെസിസ്റ്റൻസ് പറയുന്നത് ഈ ഏരിയ ആയിരിക്കും 53,825. ഓക്കെ, സപ്പോർട്ട് വരുന്നത് ഇതാണ് 51,192 185 ആണ് ഐ തിങ്ക്. ഓക്കെ, ഇത് ബാക്കിയൊക്കെ എല്ലാം ഒരു ചേഞ്ചസ് ഒന്നുമില്ല, കാരണം സ്ട്രക്ചർ ചേഞ്ചസ് ഒന്നും കാണുന്നില്ലല്ലോ നമുക്ക്. ഇനി മൺഡേ ഓപ്പണിംഗ് ആണ് നോക്കേണ്ടത്. ഓപ്പണിംഗ് എങ്ങനെയാണെങ്കിൽ ദെൻ നമ്മുടെ ഈ ഞാൻ വരച്ച് തന്ന എൻഡിങ് ഡയഗണൽ ഐ തിങ്ക് ഇത് തന്നെ ആയിരിക്കുള്ളൂ, വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ മൺഡേ ബി കോഷ്യസ് നോക്കിയിട്ട്